എനിക്ക് പറയാനുള്ളത് സ്വകാര്യ ഹോസ്പിറ്റലുകാരോടാണ്. നിങ്ങൾ വൻതോതിൽ പണം ഉണ്ടാക്കുന്നുണ്ട്. രോഗികളെ നോക്കിയും ഒ പി വഴിയും അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയർ വഴിയും ഒക്കെ ധാരാളം പണം ഉണ്ടാക്കുന്നുണ്ട്. അതിന് പുറമെ രോഗികളെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വഴിയും പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വഴിയും ലാബ് വഴിയും മെഡിസിൻ വഴിയെല്ലാം നല്ലൊരു കൊള്ള ലാഭം സ്വകാര്യ ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും സ്വകാര്യ ഹോസ്പിറ്റലുകൾക്ക് എതിരെയല്ല. സ്വകാര്യ ഹോസ്പിറ്റലുകൾക്കോ കുത്തക വ്യവസായങ്ങൾക്കോ എതിരല്ല. കാരണം ഒരു സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് തന്നെയാണ് സ്വകാര്യ സംരംഭങ്ങളും കുത്തക വ്യാപാരങ്ങളും. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വകാര്യ ഹോസ്പിറ്റലുകാർ, നിങ്ങളൊരു ഡോക്ടർക്ക് ഒരു മാസം കൊടുക്കുന്ന ശമ്പളം, ആ ശമ്പളം 15 നേഴ്സുമാർക്ക് ശമ്പളമായിട്ട് കൊടുക്കാൻ സാധിക്കും. 3, 4, 5 ലക്ഷം രൂപയൊക്കെ ഒരു ഡോക്ടറിന് കൊടുക്കുമ്പോൾ അടിസ്ഥാന ശമ്പളം നേഴ്സുമാരുടെ ബേസിക്, അതായത് ഫ്രഷേഴ്സിന് കയറുന്നവർക്ക് തന്നെ ഒരു 27,000 രൂപ വെച്ചെങ്കിലും കൊടുക്കണം. ഈ 27,000 രൂപ ഫ്രഷേഴ്സിന് കൊടുക്കണമെന്ന് പറയാൻ കാരണം, ഫ്രഷേഴ്സിന് കൊടുക്കുന്ന പൈസയെ എല്ലാ ഹോസ്പിറ്റലുകാരും 3 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരും 5 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കും 9 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കും 11 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കും ആ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് കയറുവാണെങ്കിൽ കൊടുക്കത്തുള്ളൂ. അതാണ് സത്യം. അതിന് നിങ്ങൾ പലതരത്തിലുള്ള ട്രിക്കും കണ്ടുപിടിക്കും. അതായത് 6 മാസത്തെ എഗ്രിമെൻറ്റ്, 11 മാസത്തെ എഗ്രിമെൻറ്റ്, അങ്ങനെ എഗ്രിമെൻറ്റ് വെച്ചിട്ട് ഫ്രഷേഴ്സിന് കൊടുക്കുന്ന ശമ്പളം വെച്ച് 11 വർഷവും 12 വർഷവും 9 വർഷവും ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളവരെ നിങ്ങൾ ജോലിക്ക് എടുക്കാറുണ്ട്. അപ്പോൾ ഫ്രഷേഴ്സിൻ്റെ ശമ്പളം ഒരു 27,500 അങ്ങനെ നിർത്തണം. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ കേരളത്തിൽ തന്നെ സമൂഹത്തിൽ പലരും പറയുന്നു, നേഴ്സുമാർ സമരം ചെയ്ത് അവരിങ്ങനെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയൊക്കെ അവരുടെ ചർച്ച ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പം അതിനെ ശക്തമായിട്ട് വിമർശിച്ചുകൊണ്ട് കേരളത്തിലെ യുവതി യുവാക്കൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, തുണിക്കടയിൽ നിൽക്കുന്നവർക്ക് 15,000 കിട്ടുന്നുള്ളൂ, അവിടെ സെക്യൂരിറ്റി ആയിട്ട് 12-24 മണിക്കൂർ നിൽക്കുന്നവർക്ക് 15,000 കിട്ടുന്നുള്ളൂ, 12,000 കിട്ടുന്നുള്ളൂ, പെട്രോൾ പമ്പിൽ നിൽക്കുന്നവർക്ക് 12,000 കിട്ടുന്നുള്ളൂ. ഇങ്ങനെ വിവിധ തരത്തിൽ യുവതി യുവാക്കളിങ്ങനെ ഇതിനെതിരെ ഇങ്ങനെ പറഞ്ഞു. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു നേഴ്സ് എന്ന് പറഞ്ഞാൽ 4.5 വർഷം പഠിച്ച്, 4 വർഷത്തോളം പഠിച്ച് ഏകദേശം 1 വർഷത്തോളം അവരുടെ പ്രാക്ടീസ് ശമ്പളമില്ലാതെ പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ അവർ ഇറങ്ങുന്നത്. ഒരു 5 വർഷത്തോളം ഏകദേശം പോകും ഒരു നേഴ്സാണ്. ഈ 5 വർഷം കൊണ്ട് ഇന്നത്തെ കാലത്ത് 8 മുതൽ 12 ലക്ഷം രൂപ വരെ ചിലവ് വരും. വണ്ടി വാടക അടക്കം സകല ചിലവ് നോക്കിയാൽ 12 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഒരു നേഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ ചിലവ് വരും. ഈ 12 ലക്ഷം രൂപ മുടക്കി പഠിച്ച് 5 വർഷത്തോളം പഠിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റും എടുത്ത് ജോലിക്ക് കയറുന്ന നേഴ്സിന് ആണോ ശമ്പളം കൂടുതൽ കിട്ടേണ്ടത്, അതോ പ്രൊഫഷണലായിട്ടൊന്നും പഠിക്കാതെ വർഷങ്ങളുടെ പഠനമില്ലാതെ ലക്ഷക്കണക്കിന് രൂപ മുടക്കുമുതലില്ലാതെ ജോലിക്ക് കയറുന്ന തുണിക്കടയിലും മറ്റ് സ്ഥാപനങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരുടെ വെച്ച് താരതമ്യം ചെയ്യാൻ കൊള്ളാമോ?